എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ സർവ്വസമവാക്യങ്ങൾ എന്ന പാഠഭാഗമാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ കുറച്ച് ഗൃഹപാഠം തന്നിരുന്നു, കുറച്ച് ഹോംവർക്ക് തന്നിരുന്നു അല്ലെ? അതെല്ലാവരും ചെയ്തു കാണുമല്ലോ. നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത എക്സ് വൈ എന്ന രണ്ട് അതിസംഖ്യകൾ എടുത്താൽ അവയുടെ തുകയുടെ വർഗം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന സർവ്വസമവാക്യം ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി അത് വെച്ച ശേഷം നമ്മൾ കുറച്ച് നോക്കി, കുറച്ച് പാറ്റേണുകളുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി അല്ലെ? അപ്പൊ ആ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയതിൽ നിന്ന് ടീച്ചർ ഇവിടെ ബോർഡിൽ ഒരു പാറ്റേൺ എഴുതിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം. 1 ഗുണനം 3 സമം 3 സമം 2 വർഗം മൈനസ് 1. നോക്കുക, 1 ഇൻറ്റു 3, 1 3 3 ശരിയാണ്. 2ന്റെ വർഗം എത്രയാണ്? 4. 4 മൈനസ് 1 3 തന്നെയല്ലേ? 1 ഇൻറ്റു 3 3 തന്നെയാണ്. 4ൽ നിന്ന് 1 കുറച്ചാലും 3 തന്നെയാണ്. അടുത്തത് നോക്കുക, 2 ഇൻറ്റു 4, 2 ഗുണനം 4 സമം 8. അതെല്ലാവർക്കും അറിയാം അല്ലെ? 3 സ്ക്വയർ, 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 9ൽ നിന്ന് 1 കുറച്ചാലും 8 തന്നെയല്ലേ? ശരിയാ. അടുത്തത് നോക്കാം, 3 ഇൻറ്റു 5, 3 5 15. അടുത്തതാണെങ്കിലോ 4 സ്ക്വയർ, 4 സ്ക്വയർ എത്ര വരിക? 16. 16ൽ നിന്ന് 1 കുറച്ചാലും എന്ത് തന്നെയാണ് കിട്ടുക? 15 എന്ന് തന്നെയാണ് ഉത്തരം കിട്ടുക. അപ്പൊ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇവിടെ 1 3 2, അതായത് 1 2 3 അടുത്തടുത്ത 3 സംഖ്യകളുടെ ഒരു റിലേഷൻഷിപ്പിലാണ് ഈ പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? 1 2 3. അടുത്ത വരിയിലാണെങ്കിൽ 2 3 4. അടുത്ത വരിയിലാണെങ്കിൽ 3 4 5. അപ്പൊ ഇപ്രകാരമാണെങ്കിൽ അടുത്ത 2 വരി കൂടി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോ ഒരു ജനറലി നമുക്ക് ഒന്നും അറിയില്ല, ബീജഗണിത രീതിയിലൊന്നും അറിയാത്തൊരു കുട്ടി എങ്ങനെയായിരിക്കും ഏകദേശം ചെയ്യുക? നമുക്ക് 1 2 3. അപ്പൊ അടുത്ത ആൾ ആരായിരിക്കും? യെസ്, 4 ആയിരിക്കും അല്ലെ? 4 ഗുണനം 3 4 5. അപ്പൊ അടുത്ത ആൾ ആരായിരിക്കും? 6 സമം 6 4 24. 24 സമം ഈ ഓരോ പാറ്റേണിലും നോക്കുക, 1നും 3നും ഇടയിലുള്ള ആളല്ലേ 2, 2നും 4നും ഇടയിലുള്ള ആളാണ് 3, 3നും 5നും ഇടയിലുള്ള ആളാണ് 4. അപ്പൊ ഇവിടെ ആണെങ്കിലോ 4നും 6നും ഇടയിലുള്ള ആളായിരിക്കും? യെസ്, 5 ആയിരിക്കും. 5 സ്ക്വയർ മൈനസ് 1. ശരി തന്നെയല്ലേ? 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 25ൽ നിന്ന് 1 കുറച്ചാൽ 24. ഇപ്രകാരം അടുത്തൊരു വരിയും കൂടി സ്വയം ഒന്ന് ചെയ്ത് നോക്കൂ. 1 2 3 4. അടുത്ത ആളായിരിക്കും? 5 ആയിരിക്കും. 5 ഗുണനം 3 4 5 6. അടുത്ത ആളായിരിക്കും? 7 ആയിരിക്കും. 7 സമം 7 5 35 സമം 5ന്റെയും 7ന്റെയും നടുവിലുള്ള നമ്പർ, അതായത് 6. 6 സ്ക്വയർ മൈനസ് 1. 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 36. 36 1 കുറച്ചാൽ 35. ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി അടുത്തൊരു വരി കൂടെ എഴുതി നോക്കണം. സ്വയം ഒന്ന് എഴുതി നോക്കൂ. അടുത്ത ആളാരായിരിക്കും? 6 ഗുണനം 8 സമം 6 8 48 സമം 6നും 8നും ഇടയിൽ 7. 7 സ്ക്വയർ മൈനസ് 1. 7 49. 49ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 48. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും, കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബീജഗണിത രൂപമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ടീച്ചർ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു, ഇവിടെ അടുത്തടുത്ത 3 സംഖ്യകള് ഓരോ വരിയിലും വരുന്നുണ്ട്. 1 2 3, 2 3 4, 3 4 5, 4 5 6, 5 6 7,
6, 7, 8. അപ്പൊ ഇങ്ങനെ അടുത്തടുത്ത 3 സംഖ്യകളുടെ ഒരു പാറ്റേൺ ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ റെപ്രസെന്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അടുത്തടുത്ത 3 സംഖ്യകളെ നമുക്ക് എപ്രകാരം റെപ്രസെന്റ് ചെയ്യാം? ബീജഗണിത രൂപത്തിലാണെങ്കിൽ അതെ, ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ x+1, അടുത്ത നമ്പർ x+2 എന്നിവ 3 സംഖ്യകൾ അല്ലെ. x+1, x+2 എന്ന് പറയുന്നത് ഇവരെ അടുത്തടുത്ത 3 സംഖ്യകളാണെങ്കിൽ ഈ പാറ്റേൺ ഒന്ന് നമുക്ക് പറയാം. ഇവിടെ നോക്കുക, ഇവിടെ 6, 8, 7 അല്ലെ. 6, 7, 8 എന്നുണ്ട്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആരാണ്? ഏറ്റവും ചെറിയ നമ്പർ ആരായിരുന്നു? 6 ആയിരുന്നു ആദ്യം എഴുതിയത്. ഈ x+1, x+2 ചെറിയ നമ്പർ ആരായിരുന്നു? x ആണ് ആദ്യം എഴുതിയത്. സോ ഈ ചെറിയ നമ്പറുകൾക്ക് താഴെ ഈ ഓരോ പാറ്റേണിലും ചെറിയ നമ്പർ എവിടെ വരുന്നത്? ആദ്യമാണ് വരുന്നത്. 2, 3, 4ലും 2 ആണ് ആദ്യം വരുന്നത്, അതാണ് ചെറിയ നമ്പർ. 3, 4, 5ലും 3 ആണ് ചെറിയ നമ്പർ, അത് ആദ്യം വരുന്നു. 4, 5, 6ൽ 4 ആണ് ചെറിയ നമ്പർ, 4 ആദ്യം വരുന്നു. 5, 6, 7ൽ 5 ആണ് ചെറിയ നമ്പർ, 5 ആദ്യം വരുന്നു. 6, 7, 8ൽ 6 ആണ് ചെറിയ നമ്പർ, 6 ആദ്യം വരുന്നു. സോ x+1, x+2 ആരാണ് ചെറിയ നമ്പർ? x ആണ് ചെറിയ നമ്പർ അല്ലെ. സോ അതാണ് എന്ത് വരേണ്ടത്? ആദ്യം വരേണ്ടത്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ബീജഗണിത രൂപത്തിൽ x എന്ന് കൊടുക്കാം. ഗുണനം 6, 7, 8 എന്നാണ് അല്ലെ. അപ്പൊ ഒന്ന് ഇടവിട്ട നമ്പറാണ് വരുന്നത്. 6 കഴിഞ്ഞ് 7 ഇല്ല, 8 എന്നാണ് അടുത്തത് കൊണ്ട് ഗുണിക്കുന്നത്. അപ്പൊ ഇവിടെ x കഴിഞ്ഞാൽ x+1 ഇല്ല, x+2 കൊണ്ടാണ് ഗുണിക്കുന്നത്. x+2 സമം ഈ ആൻസർ അവിടെ ഇരിക്കട്ടെ. കാരണം ആൻസർ എന്ത് കിട്ടും? നമുക്ക് ബീജഗണിത രൂപത്തിൽ എന്ത് പറയാൻ പറ്റില്ല? എക്സാക്ട് നമ്പർ ആയിട്ട് ആൻസർ കിട്ടില്ലല്ലോ. അപ്പൊ അടുത്തത് നോക്കാം, അടുത്ത പാർട്ട് നോക്കാം. ഇവിടെ വിട്ട നമ്പർ അല്ലെ, 1, 3, 1ന്റെ 3ന്റെ അടിയിൽ 2 എന്ന നമ്പർ വിട്ടു. ആ നമ്പറിന്റെ സ്ക്വയർ ആണ് അപ്പുറത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ 2ന്റെയും 4ന്റെയും ഇടയ്ക്ക് 3 എന്ന നമ്പർ അത് വിട്ടു. ആ വിട്ട നമ്പറിന്റെ സ്ക്വയർ ആണ് അപ്പുറത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെ. 3ഉം 5ഉം 3നും 5നും ഇടയിൽ 4 എന്നുള്ള നമ്പറാണ്. ആ വിട്ട നമ്പറിന്റെ സ്ക്വയർ ആണ് ആ സൈഡിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആരായിരിക്കും? എക്സും x+2ഉം. അതിന്റെ നടുവിൽ ആരുണ്ടായിരുന്നു? x+1 ഉണ്ടായിരുന്നു. x+1നെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല, അത് അടുത്ത ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം. x+1ന്റെ വർഗം മൈനസ് 1 മാറ്റമില്ലല്ലോ. അപ്പൊ നമ്മുടെ ബീജഗണിത രൂപത്തിൽ എന്ത് പാടില്ല? -1 മാറ്റാൻ പാടില്ല. കാരണം -1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് എന്നുള്ള ടേമിലേക്കാണ് കൺസിഡർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? 1, 2, 3 അടുത്തടുത്ത 3 സംഖ്യകൾ. 2, 3, 4 അടുത്തടുത്ത 3 സംഖ്യകൾ. 3, 4, 5 അടുത്തടുത്ത 3 സംഖ്യകൾ. 4, 5, 6 5, 6, 7 6, 7, 8 ഇതൊക്കെ എന്തായിരുന്നു? അടുത്തടുത്ത 3 സംഖ്യകളായിരുന്നു. അങ്ങനെയെങ്കിൽ ബീജഗണിത രൂപത്തിൽ അടുത്തടുത്ത 3 സംഖ്യകളെ x, x+1, x+2 എന്നിങ്ങനെ സൂചിപ്പിച്ചു. അപ്രകാരം നോക്കുമ്പോൾ ഈ ഓരോ പാറ്റേണിലും ഏറ്റവും ചെറിയ നമ്പറാണ് ആദ്യം റെപ്രസെന്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ x+1, x+2 ഏറ്റവും ചെറിയ നമ്പർ ആരായിരുന്നു? x ആയിരുന്നു. അത് കഴിഞ്ഞു. അതിനോടുകൂടി എന്താണ് ഗുണിക്കുന്നത്? അതിനോടുകൂടി ഒന്നിടവിട്ട നമ്പറാണ് ഗുണിക്കുന്നത്. ഒന്നിനോടുകൂടി 2 അല്ല 3 ആണ് ഗുണിക്കുന്നത്. 2നോടുകൂടി 3 അല്ല 4 ആണ് ഗുണിക്കുന്നത്. ഒരു നമ്പർ വിട്ടിട്ട് അടുത്ത നമ്പറാണ് ഗുണിക്കുന്നത്. അപ്പൊ x+1, x+2ലാണെങ്കിൽ എക്സിന് ശേഷം x+1 വിട്ടിട്ട് x+2 ആണ് ഗുണിക്കുന്നത്. സമം അടുത്ത പാറ്റേൺ നോക്കുക. ഈ വിട്ട നമ്പർ ഏതാണോ, 1നും 3നും ഇടയ്ക്ക് വിട്ട നമ്പർ 2, ആ 2ന്റെ വർഗ്ഗമാണ് അപ്പുറത്ത് കണ്ടുപിടിക്കുന്നത്. 4നും 6നും ഇടയ്ക്ക് 5 ആണ് വിട്ട നമ്പർ, 5ന്റെ വർഗ്ഗമാണ് അപ്പുറത്ത് കണ്ടുപിടിക്കുന്നത്. സോ എക്സിനും x+2നും ഇടയ്ക്ക് വിട്ട നമ്പർ x+1 ആയിരുന്നു, അതിന്റെ വർഗ്ഗമാണ് അപ്പുറത്ത് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്ത് പരിശോധിക്കണം? LHSഉം RHSഉം ഈക്വൽ ആണോ, തുല്യമാണോ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാറുള്ളത്? പൊതുവെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? LHS എടുത്ത് നോക്കും, അതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കും, അതവിടെ നിർത്തും. RHS എടുത്ത് നോക്കും, അതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കും, അതവിടെ നിർത്തും. ഈ കിട്ടുന്ന ആൻസറുകൾ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യും അല്ലെ. ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടുത്തെ LHS എന്താണ്? ഇതാണ് LHS, ഇതാണ് RHS. LHS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഈ സമം എന്നുള്ള വാക്കിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. RHS എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ്. അങ്ങനെയെങ്കിൽ LHS എന്താണ്? LHS സമം x × x+2. ബ്രാക്കറ്റിന് പുറത്തുള്ള ഒരു നമ്പർ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിന് അകത്തുള്ള ഓരോ നമ്പറിനെയും ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള x കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള എക്സിനെയും ബ്രാക്കറ്റിനകത്തുള്ള 2നെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ x × x പ്ലസ് x × 2, അതായത് x² പ്ലസ് 2x.
ഇത്രയും കിട്ടിയില്ലേ? ഒന്ന് രണ്ടാം കൃതി, ഒരു കൃതിയേ ഉള്ളൂ എക്സിന്. സോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സ് സ്ക്വയർ പ്ലസ് 2x. ക്ലിയർ അല്ലേ? ഇനി RHS എടുത്ത് നോക്കാം. RHS എന്തായിരുന്നു? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് പഠിച്ചു. അപ്പൊ അപ്രകാരം ഇവിടെ എടുക്കുകയാണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈക്ക് പകരം ഇവിടെ 1 കിടക്കുന്നു അല്ലെ? എക്സിന് പകരം എക്സ് തന്നെ, വൈക്ക് പകരം ഇവിടെ 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 1 സ്ക്വയർ മൈനസ് 1. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 1. പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആയി പോയി, 0 അല്ലേ? ആൻസർ എക്സ് സ്ക്വയർ പ്ലസ് 2x. എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് കിട്ടിയില്ലേ? ഇവിടെ നോക്കുക, LHS എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 2x. RHS എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 2x. അതായത് LHSഉം RHSഉം തുല്യമാണ്. നമ്മൾ കണ്ടുപിടിച്ച ബീജഗണിത രീതി, അപഗ്രഥിച്ചു വന്ന ബീജഗണിത രീതി എന്താണ്? ശരിയാണ്. ഓക്കെ, ഈ പാറ്റേണിന്റെ ബീജഗണിത രൂപം നമുക്ക് എങ്ങനെ കിട്ടി? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 സമം എക്സ് പ്ലസ് 1 സ്ക്വയർ മൈനസ് 1. എപ്പോഴും നമ്മൾ ബീജഗണിത രൂപം കിട്ടി എന്താ ചെയ്യുക? അടുത്ത എക്സാമ്പിൾസ് വെച്ച് അത് ശരിയാണോ എന്ന് പരിശോധിക്കുക അല്ലെ? അപ്പോ ഇത് ടീച്ചർ എഴുതിയ പാറ്റേൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബീജഗണിത രൂപം കിട്ടി, നിങ്ങൾ എഴുതി നോക്കൂ. ഇതിന് എക്സിന് 1, 2, 3, 4, 5, 6 അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതേ പാറ്റേൺ വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? എക്സിന് 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഗുണനം 1 പ്ലസ് 2 സമം 1 പ്ലസ് 1 സ്ക്വയർ മൈനസ് 1. അപ്പൊ നോക്കാം, നമുക്ക് ഇത് ആദ്യത്തെ പോയിന്റ് അല്ലേ? ഒന്ന് നോക്കാം. 1 ഗുണനം 1 പ്ലസ് 2 3 സമം 1 പ്ലസ് 1 2 സ്ക്വയർ മൈനസ് 1. 1 ഇൻറ്റു 3 3. 4 2 സ്ക്വയർ എത്രയാണ്? 4 മൈനസ് 1. അതായത് ചോദിച്ചോ 3. കിട്ടിയോ? 3 ഈക്വൽ ടു 3. നമ്മൾ എഴുതിയ ആൻസർ ശരിയല്ലേ? അടുത്തത് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കൂ. ഇപ്പൊ ടീച്ചർ എഴുതിയ പാറ്റേൺ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കൂ. അടുത്തത് 2 ഗുണനം 2 പ്ലസ് 2 സമം 2 പ്ലസ് 1 സ്ക്വയർ മൈനസ് 1. 2 ഗുണനം 4 സമം 3 സ്ക്വയർ മൈനസ് 1. 8 സമം 9 മൈനസ് 1. ശരിയല്ലേ? 8 ഈക്വൽ ടു 8. ശരിയാണ്. അടുത്തത് 3 ഇട്ട് കൊടുത്ത് നോക്കുക. എക്സിന് 3 കൊടുക്കുക, എക്സിന് 4 കൊടുക്കുക, 5 കൊടുക്കുക, 6 കൊടുക്കുക, 7 കൊടുക്കുക. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതേ പാറ്റേൺ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? നമ്മൾ ചെയ്ത മെത്തേഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ, നിങ്ങളിപ്പോ 6 വരെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ബാക്കി കൂടി ഒന്ന് ടീച്ചർ ചെയ്ത് നോക്കാം. എക്സിന് 7 എന്നുള്ള നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സിന് 7 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 പ്ലസ് 2 സമം 7 പ്ലസ് 1 സ്ക്വയർ മൈനസ് 1. 7 ഇൻറ്റു 7 9 സമം 8 സ്ക്വയർ മൈനസ് 1. അടുത്ത നമ്പർ ഇങ്ങനെ ആയിരിക്കില്ലേ? 9 7 63. 8ന്റെ സ്ക്വയർ 64 മൈനസ് 1. 63 സമം 63. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ഇത് ഏത് രീതിയിലേക്ക് എക്സിന് വാല്യൂ കൊടുക്കുന്നു? എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 അങ്ങനെ 3 അടുത്തടുത്ത സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാറ്റേൺ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഗുണം എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1ന്റെ വർഗത്തിന് 1 കുറച്ചതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് കുറെ പാറ്റേണുകൾ കണ്ടു, അതിന്റെ ബീജഗണിത രീതി അപഗ്രഥിക്കാനൊക്കെ പഠിച്ചു. അപ്പൊ ഈ ഒരു പാറ്റേണിനെ നോക്കുക. ഈ ഒരു പാറ്റേണിൽ 1 2 3 അടുത്തടുത്ത സംഖ്യയായിട്ട് നമുക്ക് തോന്നി. പക്ഷെ അടുത്ത വരിയിലാണെങ്കിൽ 3 2 5 അടുത്തടുത്ത നമ്പറുകൾ അല്ല. 4 3 7 അടുത്തടുത്ത നമ്പറുകൾ അല്ല. നമുക്ക് എന്ത് വേണം? ഇതിൽ നിന്ന് അടുത്ത 2 വരി എഴുതണം. ഈ ഒരു പാറ്റേൺ അടിസ്ഥാനത്തിൽ അടുത്ത 2 വരി എഴുതണം. അടുത്ത 2 വരി എഴുതാൻ വേണ്ടി ഈ പാറ്റേൺ ഒന്ന് നോക്കിയ സമയത്ത് 3 പേരെന്തല്ല അടുത്തടുത്ത സംഖ്യകളല്ല എന്ന് മനസ്സിലായി. പക്ഷെ ഈ RHS നോക്കൂ. RHSൽ 1 2 അടുത്തടുത്ത നമ്പറുകളാണ്. 2 3 അടുത്തടുത്ത നമ്പറുകളാണ്. 3 4 അടുത്തടുത്ത നമ്പറുകളാണ് അല്ലെ? ഇവിടെ മാത്രം എന്ത് വരുന്നുണ്ട്? എന്തോ ഒരു പ്രത്യേകത, അടുത്തടുത്ത നമ്പറുകൾ അല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് മനസ്സിലായി? 3 5 7 ഈ 3 5 7 ആരാണ്? ഒറ്റ സംഖ്യകളല്ലേ? 3 5 7 അടുത്ത ആളായിരിക്കും. നമുക്ക് അടുത്ത 2 വരെ ഒന്ന് എഴുതി നോക്കാം അല്ലെ? അടുത്ത 2 വരെ ഒന്ന് എഴുതി നോക്കാം. 3 5 7 അടുത്ത ആള് 9 ആയിരിക്കും. സമം
2 3 4 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ അടുത്തുള്ള ആരായിരിക്കും 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അടുത്തുള്ള ആരായിരിക്കും 4 സ്ക്വയർ. അപ്പൊ നോക്കുക 5 സ്ക്വയർ എന്താണ് 25 മൈനസ് 4 സ്ക്വയർ 16. 25 16 പോയാൽ 9 തന്നെയല്ലേ ഉത്തരം കിട്ടുക. അടുത്ത നമ്പർ എന്തായിരിക്കും 3 5 7 9 11 ആയിരിക്കും. 11 അടുത്ത ഒറ്റ സംഖ്യ 11. ഇവിടെ നോക്കുക 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ അടുത്തായിരിക്കും 6 സ്ക്വയർ. ശരിയാണ് 6 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ അടുത്തുള്ളവരായിരിക്കും 5 സ്ക്വയർ. 6ന്റെ സ്ക്വയർ 36 36 മൈനസ് 5ന്റെ സ്ക്വയർ 25. 36 25 പോയ ആൻസർ 11. അപ്പൊ ഇപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി അടുത്ത 2 വരി കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും എന്താ ചെയ്യാറുള്ളത് ഇതിന്റെ ബീജഗണിത രൂപത്തിൽ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുക അല്ലെ. എപ്രകാരം സാമാന്യവൽക്കരിക്കാമെന്ന് നോക്കാം. ഇതൊരു ഒറ്റ സംഖ്യയാണെന്ന് മനസ്സിലായില്ലേ. ഒറ്റ സംഖ്യയും പഠിച്ചിട്ടുണ്ട്, കൂടെ ആര് പഠിച്ചിട്ടുണ്ട് ഇരട്ട സംഖ്യയും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ നോക്കുക LHS കാണുന്നതൊക്കെ എന്തായിരുന്നു ഒറ്റ സംഖ്യകളായിരുന്നു. അപ്പൊ ഒറ്റ സംഖ്യകൾ പറഞ്ഞാൽ എന്താ ഇരട്ട സംഖ്യയുടെ അടുത്ത നമ്പർ. എല്ലാ ഇരട്ട സംഖ്യയുടെ അടുത്ത നമ്പർ ആയിട്ട് എന്താ കിട്ടുക ഒറ്റ സംഖ്യകളല്ലേ കിട്ടുക. ഇപ്പൊ 2 കഴിഞ്ഞാൽ 3 2 ഇരട്ട സംഖ്യ 3 ഒറ്റ സംഖ്യ അത് കഴിഞ്ഞാൽ 4 ഇരട്ട സംഖ്യ 5 ഒറ്റ സംഖ്യ അങ്ങനെയല്ലേ കിട്ടുക. അപ്പൊ ഇരട്ട സംഖ്യകളുടെ രൂപം അങ്ങനെയായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ഇരട്ട സംഖ്യകളും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ. 2 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ് എന്ത് വിളിക്കുക ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ എന്ത് പറയാന്നറിയോ ഇരട്ട സംഖ്യയുടെ കൂടെ 2 കൊണ്ട് ഗുണിക്കാൻ പറ്റുന്ന സംഖ്യയുടെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട് ഒറ്റ സംഖ്യ കിട്ടാറുണ്ട്. നമുക്ക് പഠിച്ചിട്ടുണ്ട് ഒറ്റ സംഖ്യകളുടെ രൂപം എങ്ങനെയായിരിക്കും 2x പ്ലസ് 1 എന്നായിരിക്കും. സമം ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ചു അല്ലെ. അടുത്തടുത്ത 2 നമ്പറുകളാണ് 1ഉം 2ഉം അടുത്തടുത്താണ് 2 3ഉം അടുത്തടുത്ത നമ്പറുകൾ 3 4 അടുത്തടുത്ത നമ്പറുകൾ 4 5 അടുത്ത നമ്പറുകൾ 5 6 അടുത്ത നമ്പറുകൾ. അപ്പോ ഈ ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ അടുത്തടുത്ത 2 നമ്പറുകളെ എപ്രകാരമായിരിക്കും സൂചിപ്പിക്കുക. ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ അടുത്തടുത്ത 2 നമ്പറുകളെ എപ്രകാരമായിരിക്കും സൂചിപ്പിക്കുക. ഒന്ന് എക്സും അടുത്തത് എക്സ് പ്ലസ് 1ഉം. ഇവിടെ എഴുതുമ്പോൾ അടുത്തടുത്ത 2 നമ്പർ എഴുതുമ്പോൾ കൂട്ടത്തിൽ വലിയ ആളെയാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. 1 2 2 ആദ്യം എഴുതിയിരിക്കുന്നത്. 2 3 3 ആദ്യം എഴുതിയിട്ടുണ്ട്. 3 4 4 ആദ്യം എഴുതിയിട്ടുണ്ട്. 4 5 5 ആദ്യം എഴുതിയിട്ടുണ്ട്. 5 6 6 ആദ്യം എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സും എക്സ് പ്ലസ് 1ഉം 2 നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ആദ്യം എഴുതണം വലിയ നമ്പറിനെ എഴുതണം അല്ലെ. അതായത് എക്സ് പ്ലസ് 1 സ്ക്വയർ മൈനസ് അടുത്ത നമ്പർ എക്സ് സ്ക്വയർ. ഇത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും. നമ്മൾ ആദ്യം ഒരു പാറ്റേൺ കണ്ടു, അതിന്റെ അടുത്ത 2 വരി നമുക്ക് എഴുതാൻ പറ്റുണ്ടോ എന്ന് മനസ്സിലായി. അതിന്റെ ബീജഗണിത രൂപത്തിൽ നമ്മൾ സാമാന്യവൽക്കരിച്ചു. ഇനി ഈ പറയുന്ന സാധനം LHSഉം RHSഉം തുല്യമാണോ എന്ന് എന്ത് ചെയ്യണം ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെ. അതിനുവേണ്ടി കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ ചെയ്ത പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2x പ്ലസ് 1 അതവിടെ നിൽക്കട്ടെ. LHS ഒന്നും ചെയ്യാനില്ല. 2x പ്ലസ് 1 ഒറ്റ ഒരു ടേമായിട്ടാണ് കിടക്കുന്നത്. 2x പ്ലസ് 1 അവിടെ നോക്കാം. RHS എടുത്ത് നോക്കാം. RHS സമം എക്സ് പ്ലസ് 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സ് പ്ലസ് 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സ് പ്ലസ് 1ന്റെ ഒരു എക്സ്പാൻഷൻ പറഞ്ഞോളൂ. ഇവിടെ വൈയുടെ സ്ഥലത്ത് 1 കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഈ എക്സ് പ്ലസ് 1ന്റെ എക്സ്പാൻഷൻ മാത്രമാണ് ഇത്. പുറത്താരുണ്ട് മൈനസ് എക്സ് സ്ക്വയറിലെ അതും റെപ്രസെന്റ് ചെയ്തു. അപ്പൊ നോക്കുക ഇവിടെ എക്സ് സ്ക്വയർ പോസിറ്റീവ് അല്ലേ, ഇവിടെ എക്സ് സ്ക്വയർ നെഗറ്റീവ് അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 0. ബാലൻസ് എന്ത് കിട്ടും 2x പ്ലസ് 1. RHS 2x പ്ലസ് 1 കിട്ടി. LHS ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട് 2x പ്ലസ് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി LHSഉം RHSഉം തുല്യമാണ്. ബീജഗണിത രീതിയിൽ സാമാന്യവൽക്കരിച്ച രൂപം ശരിയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാ ഈ കണ്ടുപിടിച്ച ബീജഗണിത രീതി ശരിയാണോ എന്ന് ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ വ്യക്തമാക്കും അല്ലെ. അതായത് ഒന്ന് ചെയ്ത് നോക്കാം. എക്സിന് 1 2 3 എന്ന നമ്പർ ഇട്ട് കൊടുത്ത് തിരിച്ച് നമ്മൾ ഈ പാറ്റേണിൽ നിന്ന് ബീജഗണിത രൂപത്തിലേക്ക് എത്തി. ഇനി ബീജഗണിത രൂപത്തിൽ നിന്ന് പാറ്റേണിലേക്ക് എത്തണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.
ഓക്കെ, എക്സിന് ഓരോ നമ്പർ ഇട്ടുകൊടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. എക്സിന് 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക? 2 × 1 + 1 സമം 1 + 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 2 + 1 3 സമം 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ശരിയല്ലേ? ആ പാറ്റേണിന്റെ ആദ്യത്തെ ടേം കിട്ടിയില്ലേ? ഇനി അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക? 2 × 2 + 1 2 × 2 + 1 സമം 2 + 1 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അതായത് 2 4 1 5 സമം 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ശരിയല്ലേ? പാറ്റേണിന്റെ രണ്ടാമത്തെ കിട്ടിയില്ലേ? അടുത്തത് ചെയ്ത് നോക്കുക. എക്സിന് 3 എന്ന നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 × 3 + 1 സമം 3 + 1 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 3 2 6 1 7 സമം 3 1 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ശരിയല്ലേ? പാറ്റേണിന്റെ മൂന്നാമത്തെ ഘടകം കിട്ടിയില്ലേ? ഇപ്രകാരം ഒന്ന് ബാക്കി രണ്ടെണ്ണം കൂടി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എക്സിന് 4 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക, എക്സിന് 5 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ രണ്ട് പാറ്റേൺ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അടുത്ത രണ്ട് വരികൾ എങ്ങനെയായിരിക്കും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 1 2 3 4 5 വരെ നമ്മളിപ്പോ കൺസിഡർ ചെയ്തു. അടുത്ത നമ്പർ എക്സ് സമം 6 ആണെന്നുണ്ടെങ്കിൽ 2 × 6 + 1 സമം 6 + 1 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അല്ലെ? 6 2 12 1 13 ഒറ്റ സംഖ്യ കിട്ടി. സമം 6 1 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. ഇപ്രകാരം തന്നെ ആയിരിക്കും ഇവര് അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വ്യത്യാസമായിട്ട് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. നോക്കുക, 7ന്റെ വർഗം 49, 6ന്റെ വർഗം 36, 49 36 പോയ 13. ചെയ്ത ആൻസറും ശരിയാണ്. അടുത്തൊരു നമ്പർ കൂടി വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് സമം 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 × 7 + 1 സമം 7 + 1 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ. എന്താ വരിക? 7 14 1 15. ശരിയാണ്, ഒറ്റ സംഖ്യ കിട്ടി. 7 1 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ. അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗമായിട്ട് കിട്ടി. നോക്കുക, 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. 7ന്റെ സ്ക്വയർ 49. 64 49 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 15 കിട്ടും. സോ ഈ ഒരു പാറ്റേണിനെ സാമാന്യവൽക്കരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? 2x + 1 സമം x + 1 സ്ക്വയർ മൈനസ് x സ്ക്വയർ. ഇതേ കുറച്ചും കൂടി നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നോക്കുക, ഈ എക്സും x + 1 അടുത്തടുത്ത രണ്ട് നമ്പറുകളാണെന്ന് പറഞ്ഞല്ലോ. സോ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗത്തിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗത്തിന്റെ വ്യത്യാസം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എപ്പോഴും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തതായി നമുക്ക് എല്ലാവർക്കും സംഖ്യകളുടെ വർഗം കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ? സംഖ്യയുടെ വർഗം പറഞ്ഞ എന്തായിരുന്നു? ഒരേ നമ്പറിന് 2 പ്രാവശ്യം ഗുണിച്ചതിനെയാണ് എന്ത് വിളിക്കുക? സംഖ്യയുടെ വർഗം എന്ന് വിളിക്കുക. അപ്പോ ഇവിടെ നോക്കുക, 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ വർഗം ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ വർഗം. ഇതിൽ ടീച്ചർ ചില നമ്പറുകൾ മാത്രം ഇനി റൗണ്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയണം. അപ്പോ ആദ്യം റൗണ്ട് ചെയ്തത് 1ന്റെ വർഗം 1, 3 സ്ക്വയർ 9, 5 സ്ക്വയർ 25, 7 സ്ക്വയർ 49, 9 സ്ക്വയർ 89. അപ്പൊ ഇവിടെ ടീച്ചർ ഒരു 5 നമ്പർ റൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും വരെ പ്രത്യേകത? ഒന്ന് ആലോചിച്ച് നോക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എഴുതാം അല്ലെ? 10 കഴിഞ്ഞിട്ട് 11ന്റെ വർഗം 121, 12ന്റെ വർഗം 144, 13ന്റെ വർഗം 169, 14ന്റെ വർഗം 196, 15ന്റെ വർഗം 225. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറയൂ, ടീച്ചർ ആദ്യം 1 ഇട്ടു, 1നെ റൗണ്ട് ചെയ്തു, 2 റൗണ്ട് ചെയ്തില്ല, 3 റൗണ്ട് ചെയ്തു, 4 റൗണ്ട് ചെയ്തില്ല, 5 റൗണ്ട് ചെയ്തു, 6 റൗണ്ട് ചെയ്തില്ല, 7 റൗണ്ട് ചെയ്തു, 8 റൗണ്ട് ചെയ്തില്ല, 9 റൗണ്ട് ചെയ്തു, 10 റൗണ്ട് ചെയ്തില്ല. അടുത്ത എന്ത് റൗണ്ട് ചെയ്യുമായിരിക്കും? 11 റൗണ്ട് ചെയ്യും. 12 റൗണ്ട് ചെയ്യില്ല, 13 റൗണ്ട് ചെയ്യും. 14 റൗണ്ട് ചെയ്യില്ല, 15 റൗണ്ട് ചെയ്യും. അപ്പൊ നമുക്കൊരു റിലേഷൻ കിട്ടുന്നുണ്ട് അല്ലെ? ടീച്ചർ ഇവിടെ ഒറ്റ സംഖ്യകളുടെ വർഗത്തിനെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? റൗണ്ട്
ചെയ്തിട്ടുള്ളൂ. എന്തേ ചെയ്തിട്ടുള്ളൂ? ഒറ്റ സംഖ്യകളുടെ വർഗത്തിനെ മാത്രമേ റൗണ്ട് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഒറ്റ സംഖ്യയുടെ വർഗത്തിനെ മാത്രമേ റൗണ്ട് ചെയ്തിട്ടുള്ളൂ. കിട്ടുന്ന ആൻസർ എന്തായിരുന്നു? ഒറ്റ സംഖ്യകളായിരുന്നു. ഒറ്റ സംഖ്യയുടെ വർഗത്തിന്റെ ആൻസർ എന്തായിരുന്നു? ഒറ്റ സംഖ്യ തന്നെ ആയിരുന്നു അല്ലെ? എല്ലാ ഒറ്റ സംഖ്യയുടെ വർഗം എത്രയാണ്? 1. 1ന്റെ സ്ക്വയർ 1 ഒറ്റ സംഖ്യ. 3 എന്ന് പറഞ്ഞ ഒറ്റ സംഖ്യ. 3ന്റെ വർഗം 9 ഒറ്റ സംഖ്യ. 5 എന്ന് പറയുന്ന ഒറ്റ സംഖ്യ. 5ന്റെ വർഗം 25 ഒറ്റ സംഖ്യ. 7 ഒറ്റ സംഖ്യ. 7ന്റെ സ്ക്വയർ 49 ഒറ്റ സംഖ്യ. 9 ഒറ്റ സംഖ്യ. 9ന്റെ സ്ക്വയർ 81 ഒറ്റ സംഖ്യ. 11 ഒറ്റ സംഖ്യ. 11ന്റെ സ്ക്വയർ 121 ഒറ്റ സംഖ്യ. 13 ഒറ്റ സംഖ്യ. 13ന്റെ സ്ക്വയർ 129 ഒറ്റ സംഖ്യ. 15 ഒറ്റ സംഖ്യ. 15ന്റെ സ്ക്വയർ 225 ഒറ്റ സംഖ്യ. അപ്പൊ ഇത്രയും മനസ്സിലായി. ഒറ്റ സംഖ്യയുടെ സ്ക്വയർ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരൊറ്റ സംഖ്യ ആയിരിക്കും. അടുത്ത് നമ്മൾ എപ്പോഴും എന്തായിരിക്കും ചെയ്യുക? യെസ്, ബീജഗണിത രൂപത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് സാമാന്യവൽക്കരിച്ച് നോക്കാം. അങ്ങനെ സാമാന്യവൽക്കരിക്കുമ്പോൾ തൊട്ടുമ്പോ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഒറ്റ സംഖ്യയുടെ രൂപം എങ്ങനെയായിരിക്കും ബീജഗണിത രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുക? 2x പ്ലസ് 1. 2x പ്ലസ് 1 എന്നായിരിക്കും ഒരു ഒറ്റ സംഖ്യയെ റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അതിന്റെ വർഗം സമം എങ്ങനെ ചെയ്യുക? ഇവിടെ എക്സിന്റെ സ്ഥലത്ത് 2xും വൈയുടെ സ്ഥലത്ത് 1ഉം. അങ്ങനെയെങ്കിൽ x പ്ലസ് y ഹോൾ സ്ക്വയർ സമം a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഇവിടെ 2x ഹോൾ സ്ക്വയർ എഴുതണം കാരണം എക്സിന്റെ പ്ലേസിൽ 2x മൊത്തത്തിൽ കിടക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ എഴുതരുത്. ഇങ്ങനെ എഴുതിയാൽ എന്താ അർത്ഥം? ഈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സിന് മാത്രം ബാധകമുള്ളൂ എന്നാണ് അർത്ഥം. ഇവിടെ എന്താ? ഇവിടെ 2x എന്ന് പറയുന്നത് ഒന്നിച്ച് നിൽക്കുന്ന നമ്പറാണ്. സോ ഈ 2x എന്ന് പറഞ്ഞ ആൾക്ക് മൊത്തത്തിലാണ് ഈ സ്ക്വയർ ബാധകമായിട്ട് കിടക്കുന്നത്. സോ എങ്ങനെ എഴുതുന്നുണ്ട്? 2x ഹോൾ സ്ക്വയർ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 2ന്റെ സ്ക്വയർ 4, എക്സിന്റെ സ്ക്വയർ x. ഇവിടെ പ്ലസ് ഈ 2 4x പ്ലസ് 1ന്റെ സ്ക്വയർ 1 അല്ലെ? ഇവിടെ രണ്ട് സൈഡിൽ നിന്നും ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. കോമൺ എടുക്കാമല്ലോ. 4 പുറത്തേക്ക് എടുക്കാം. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ x ഇൻറ്റു എക്സ്. അവിടുന്ന് ഒരു എക്സ് പുറത്തേക്ക് എടുക്കാം. ഇവിടെയും ഒരു എക്സ് പുറത്തേക്ക് എടുക്കാം. സോ 4x പുറത്തേക്ക് എടുത്ത് ഇവിടെ 4ഉം പോയി. എക്സ് സ്ക്വയറിൽ ഒരു എക്സും പോയാൽ ബാക്കി ആരുണ്ട്? ഒരു എക്സ് ഉണ്ട്. എക്സ് പ്ലസ് ഇവിടെ ആരുമില്ല 1. അത് പിന്നെ വേറൊരു ടേം ആണ്. പോട്ടെ. ഈ രണ്ട് ടേമിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ബ്രാക്കറ്റ് പുറത്തേക്ക് എടുക്കുന്ന രീതി ചെയ്തിരിക്കുന്നത്. സോ ഈ 4x ഇൻറ്റു എക്സ് പ്ലസ് 1. 4x എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇരട്ട സംഖ്യ അല്ലെ? ഇരട്ട സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും തന്നെ കിട്ടുക ഇരട്ട സംഖ്യ തന്നെയായിരിക്കും കിട്ടുക. അപ്പൊ ഈ 4 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. 4 കൊണ്ട് എന്ത് ഗുണിച്ചാലും ഇരട്ട സംഖ്യ ആയിരിക്കും കിട്ടുക. സോ ഈ കിട്ടുന്ന ആൻസർ ഈ 4x ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയാൻ കാരണം എന്താ? 2ന്റെ ഗുണിതമായിരിക്കും പറയാൻ കാരണം എന്താ? എല്ലാ ഇരട്ട സംഖ്യകളും 2ന്റെ ഗുണിതമായിരിക്കും. എല്ലാ ഇരട്ട സംഖ്യകളും 2ന്റെ ഗുണിതമായിരിക്കും. സോ ഒരു നമ്പറിനെ x ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന നമ്പറിനെ 4 കൊണ്ട് ഗുണിച്ചാലും അതെന്തായിരിക്കും? ഇരട്ട സംഖ്യ ആയിരിക്കും. ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 2ന്റെ ഗുണിതമായിരിക്കും. പ്ലസ് 1 എല്ലാ 2ന്റെ ഗുണിതത്തിനോടും 1 കൂട്ടിയാൽ എന്താ കിട്ടുക? എഗെയിൻ ഒരു ഒറ്റ സംഖ്യയല്ലേ കിട്ടുക. കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും ആൻസർ കിട്ടുക അല്ലെ? ഒരു ഒറ്റ സംഖ്യയുടെ സ്ക്വയർ ഈ 2x പ്ലസ് 1 എന്ന് പറയുന്നത് ഒരൊറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയുടെ സ്ക്വയർ വീണ്ടും എന്ത് കിട്ടി? ഒരു ഒറ്റ സംഖ്യ ആയിട്ട് തന്നെ കിട്ടി. അപ്പോ ഒരു പാറ്റേൺ നോക്കി അതിന്റെ ബീജഗണിത രൂപം മനസ്സിലാക്കി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ബീജഗണിത രൂപം ശരിയാണോ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി സാധൂകരിക്കാനുള്ള രീതിയിൽ നോക്കുകയാണ്. വേറൊരു നമ്പർ പറയൂ. നമ്മൾ ഒരൊറ്റ സംഖ്യ നമ്പർ പറയൂ. അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കൂ. 17 എടുക്കാം അല്ലെ? 17 ഒറ്റ സംഖ്യ അല്ലേ? 17ന്റെ സ്ക്വയർ എന്തായിരിക്കും? 289. എഗെയിൻ 17 എന്ന് പറഞ്ഞ ഒറ്റ സംഖ്യ. അതിന്റെ സ്ക്വയർ 289 ഒറ്റ സംഖ്യ. 19 എടുക്കാം. 19 എന്താണ്? ഒറ്റ സംഖ്യ അല്ലേ? 19ന്റെ സ്ക്വയർ എത്രയാണ്? 361. 361 ഒരൊറ്റ സംഖ്യ അല്ലേ? നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ ഒറ്റ സംഖ്യകളുടെ വർഗവും എന്തായിരിക്കും? കിട്ടുന്ന ആൻസർ ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. എല്ലാ ഒറ്റ സംഖ്യകളുടെ വർഗവും ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? എല്ലാ ഒറ്റ സംഖ്യയുടെയും വർഗം കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരൊറ്റ സംഖ്യ ആയിരിക്കും എന്ന് പഠിച്ചു അല്ലെ? അതായത് 2x പ്ലസ് 1 സ്ക്വയർ സമം 4x ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് 1. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം എഴുതി. ഇത് മൊത്തത്തിൽ എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. അതുകൊണ്ട് അവിടെ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് എഴുതി. 2ന്റെ ഗുണിതം എന്ന് എഴുതി. അവിടെ നമുക്ക് കണ്ടറിയാം 4 കൊണ്ട് ഗുണിക്കുന്ന ആൾക്കാരൊക്കെ ആരായിരിക്കും? 4ന്റെ ഗുണിതങ്ങളായിരിക്കും.
മനസ്സിലായോ? 4 കൊണ്ട് ഏത് നമ്പറിനെ ഗുണിച്ചാലും ആൻസർ ഒക്കെ എന്തായിരിക്കും? 4ന്റെ ഗുണിതങ്ങളായിരിക്കില്ലേ? സോ ഈ 4 × x × x + 1 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമായിരിക്കില്ലേ? ഈ m(4) എന്ന് എഴുതുന്ന മൾട്ടിപ്പിൾ ഓഫ് 4 പറഞ്ഞാൽ എന്തായിരിക്കും? 4ന്റെ ഗുണിതങ്ങളായിരിക്കും. 4 × x × x + 1 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമായിരിക്കും. കൂടെ ആയതുകൊണ്ട് കൂടെ ഒരു 1 ഉണ്ട്. ഈ 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു ശിഷ്ടമായിരിക്കും. ഏതൊരൊറ്റ സംഖ്യയെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിഷ്ടം എന്തായിരിക്കും? 1 ആയിരിക്കും. ഏതൊരു ഒറ്റസംഖ്യയുടെ വർഗത്തിനെയും കേട്ടോ, ഏതൊരു ഒറ്റസംഖ്യയുടെ വർഗത്തിനെയും 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്തായിരിക്കും? 1 ആയിരിക്കും ഇവിടെ ശിഷ്ടമായിട്ട് കിട്ടുക. ഇനി നമുക്ക് അടുത്തത് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു ഒറ്റസംഖ്യയുടെ ഒറ്റസംഖ്യ 3 എടുക്കാം അല്ലെ. ആദ്യത്തെ ഒറ്റസംഖ്യ 1 പോട്ടെ, 3 എടുക്കാം. 3ന്റെ സ്ക്വയർ 9. 9 ഡിവൈഡഡ് ബൈ 4 എന്ന് ചെയ്ത് നോക്കൂ. 9 ഡിവൈഡഡ് ബൈ 4 എന്താ വരിക? 24 ഇട്ട് ബാലൻസ് 1. ശിഷ്ടം എന്ത് കിട്ടി? ശിഷ്ടം 1 അല്ലെ. അടുത്തത് നോക്കാം. 3 സ്ക്വയർ കഴിഞ്ഞു. 5ന്റെ സ്ക്വയർ എടുക്കാം. 5ന്റെ സ്ക്വയർ 25. എന്താ ചെയ്യേണ്ടത്? 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോ 6 4 24. എഗെയിൻ ശിഷ്ടം എത്ര തന്നെയാണ് വരുന്നത്? 1. ശിഷ്ടം എന്ത് വന്നു? 1. അടുത്ത കുറച്ച് വലിയ നമ്പർ എടുത്ത് നോക്കാം അല്ലെ. ഇപ്പൊ 15ന്റെ എടുത്ത് നോക്കാം. 15ന്റെ സ്ക്വയർ എന്തായിരുന്നു? 15ന്റെ സ്ക്വയർ 225 ആയിരുന്നു. സോ 225നെ 4 കൊണ്ട് ഹരിക്കുമ്പോ അത് 22 എടുക്കുക. 4 20, ബാലൻസ് 2, 5, 6 4 24, ബാലൻസ് 1. അവിടെയും ശിഷ്ടം എന്ത് തന്നെ വന്നു? 1 എന്ന് തന്നെ വന്നു. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ ഒറ്റസംഖ്യകളുടെ വർഗത്തിനെയും 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിഷ്ടം എന്തായിരിക്കും? 1 ആയിരിക്കും. എല്ലാ ഒറ്റസംഖ്യകളുടെയും വർഗത്തിനെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം ലഭിക്കുക 1 ആയിരിക്കും. ഓക്കെ, നമ്മള് ഈ 2x + 1 സ്ക്വയർ സമം 4 × x × x + 1 + 1 എന്നുള്ള കാര്യത്തിൽ നിന്ന് ഇപ്പൊ 2-3 കാര്യങ്ങളായി പറയണു അല്ലെ. ആദ്യം എന്താ പറഞ്ഞത്? ഒറ്റസംഖ്യയുടെ വർഗം എല്ലാം എന്തായിരിക്കും? 4ന്റെ ഗുണിതത്തിനോട് 1 കൂട്ടിയതായിരിക്കും. അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒറ്റസംഖ്യയുടെ വർഗത്തിനെ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിഷ്ടം 1 ആയിരിക്കും. ഇനി ഒരു കാര്യം നോക്കുക. ഈ x ഉം x + 1 തമ്മിലുള്ള ബന്ധം എന്താണ്? x ഉം x + 1 പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത 2 നമ്പറുകളല്ലേ. ഏതെങ്കിലും അടുത്തടുത്ത 2 നമ്പറുകൾ പറയൂ. ഞാൻ പറയണം 5 ഉം 6 ഉം. 5 6. നമുക്ക് കുറച്ച് നമ്പറുകൾ നോക്കാം. 5 6. 120 ഉം 121. 120 ഉം 121. 352 ഉം 353. 352 ഉം 353. 745 ഉം 746. 745 ഉം 746. നമ്മളിങ്ങനെ കുറെ അടുത്തടുത്ത നമ്പർ 2 നമ്പറുകളാണ് കൺസിഡർ ചെയ്തത്. ഇവിടെ എല്ലാവരും നോക്കൂ. ഒരാള് ഒറ്റസംഖ്യ ആയിരിക്കും, അടുത്ത ആള് ഇരട്ടസംഖ്യ ആയിരിക്കും അല്ലെ. ഒരാൾ ഒറ്റസംഖ്യ ആയിരിക്കും, ഒരാള് ഇരട്ടസംഖ്യ ആയിരിക്കും. ഒരാൾ ഒറ്റസംഖ്യ ആയിരിക്കും, അടുത്ത ആൾ ഇരട്ടസംഖ്യ ആയിരിക്കും. ഒറ്റസംഖ്യ ആയിരിക്കും, ഇരട്ടസംഖ്യ ആയിരിക്കും. ഒറ്റസംഖ്യ ആയിരിക്കും, ഇരട്ടസംഖ്യ ആയിരിക്കും. അപ്പോ അടുത്തടുത്ത 2 നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഒറ്റസംഖ്യയും ഒരാൾ ഇരട്ടസംഖ്യയും ആയിരിക്കും. അത് ആര് വേണമെങ്കിലും ആവാം കേട്ടോ. അതായത് x + 1 എന്ന 2 നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആരോ ഒരാൾ ആരാണ്? ഇരട്ടസംഖ്യയാണ്. x + 1 എന്നുള്ള അടുത്തടുത്ത 2 നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ അത് അതിൽ ആരോ ഒരാള് ഇരട്ടസംഖ്യയാണെന്ന് മനസ്സിലായി. ഇരട്ടസംഖ്യകളൊക്കെ ആരുടെ ഗുണിതങ്ങളാണ്? 2ന്റെ ഗുണിതങ്ങളാണെന്ന് മനസ്സിലായി അല്ലെ. ഇരട്ടസംഖ്യകളെല്ലാം 2ന്റെ ഗുണിതങ്ങളാണെന്ന് മനസ്സിലായി. എല്ലാ ഇരട്ടസംഖ്യകളും മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു ഇരട്ടസംഖ്യ തന്നെ ആയിരിക്കും. ഇനി നോക്കുക, ഇവിടെ 4 ഉണ്ട്. 4 അവിടെ തന്നെ നിൽക്കട്ടെ. ഈ x × x + 1, ഈ x × x + 1 ആരോ ഒരാളാണ് ഇരട്ടസംഖ്യയാണ്. സോ ഇരട്ടസംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇരട്ടസംഖ്യ ആയിരിക്കും. അല്ലെങ്കിൽ ഇരട്ടസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള്? 2ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ അപ്പൊ ഈ x × x + 1 ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, +1. അതായത് 4 ഗുണനം x × x + 1. അതിലെ xോ x + 1 ആരോ ഒരാൾ ആരാണ്? ഇരട്ടസംഖ്യയാണ്. ഇരട്ടസംഖ്യകളൊക്കെ 2ന്റെ ഗുണിതങ്ങളാണ്. ഇരട്ടസംഖ്യകളൊക്കെ 2ന്റെ ഗുണിതങ്ങളാണ്. +1 ഇവിടെ പുറത്തുണ്ട്. ഇനി ഇവിടെ നോക്കുക, 2ന്റെ ഗുണിതവും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരിൽ ഹരിച്ചു പോവും? 8 കൊണ്ട് ഹരിച്ചു പോവും. ഒരു 2ന്റെ ഗുണിതവും
4 കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തിൽ ഹരിച്ചു പോകും? 8ൽ. 24 8അല്ലേ? 8ൽ ഹരിച്ചു പോകും. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. ഒരു 2ന്റെ ഗുണിതമാണ് 4. 4നോട് കൂടി 4 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16. 16 8ൽ ഹരിച്ചു പോവില്ലേ? ഈ ശേഷം ഹരിച്ചു പോവില്ലേ? അടുത്തത് 2ന്റെ ഒരു മൾട്ടിപ്പിള് നമുക്ക് 10 എടുക്കാം. 10ഉം 4ഉം 10ഉം 4ഉം 40. 40 എന്ന് പറയുന്നത് 8ൽ നിശേഷം പോയില്ലേ? അല്ലെ? 5. ഇവിടുത്തെ ആൻസർ 2. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു 2ന്റെ ഗുണിതവും 4ഉം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ ഇതിൽ പോവും? 8ൽ ഹരിച്ചു പോകും. അപ്പോ ഇത് മൊത്തത്തിൽ പറയുന്നത് നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറഞ്ഞൂടെ? 8ന്റെ ഗുണിതത്തായിട്ട് പറഞ്ഞൂടെ? 8ന്റെ ഗുണിതം പ്ലസ് 1. എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്തില്ലേ? 4ന്റെ ഗുണനത്തോടുകൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഏതൊരു ഒറ്റ സംഖ്യയുടെ വർഗത്തിനെയും 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എന്തായിരിക്കും? 1 ആയിരിക്കും. ഏതൊരു ഒറ്റ സംഖ്യയുടെ വർഗത്തിനെയും 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം കിട്ടുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി മനസ്സിലാക്കി, അതിന്റെ ബീജഗണിത രൂപം മനസ്സിലാക്കി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? യെസ്, നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. ഒരു ഒറ്റ സംഖ്യയുടെ വർഗം പറയൂ. ഒറ്റ സംഖ്യയുടെ വർഗം ഇപ്പൊ നമുക്ക് എന്തെടുക്കാം? 121 എടുക്കാം അല്ലെ? 11ന്റെ സ്ക്വയർ 121. 121നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരെട്ട് 8, 8 4 12, 1 8 5 40, ബാലൻസ് 1. എന്ത് കിട്ടി? ഇവിടെ ശിഷ്ടം 1 അല്ലേ? അടുത്ത എക്സാമ്പിൾ എടുത്ത് നോക്കാം. 15ന്റെ സ്ക്വയർ 225. 225നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. ഇരട്ട് 16, അഗൈൻ 6 65, 8 64, ശിഷ്ടം 1 അല്ലെ? ഇവിടെ എന്ത് കിട്ടി? ശിഷ്ടം 1 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഒറ്റ സംഖ്യയുടെ വർഗത്തിനെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എപ്പോഴും എന്ത് കിട്ടും? 1 ആയിരിക്കും കിട്ടുക. ഒരൊറ്റ സംഖ്യയുടെ വർഗത്തിനെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എപ്പോഴും 1 ആയിരിക്കും കിട്ടുക. ചുവടെ തന്നിരിക്കുന്ന സംഖ്യാശ്രേണികളെ ബീജഗണിത രൂപത്തിൽ എഴുതുക.